ഇറാനിലെ ദേശീയ പ്രക്ഷോഭത്തിൽ മരണസംഖ്യ 3000 കടന്നതായി വലതുപക്ഷ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ്. 2885 പ്രക്ഷോഭക്കാർ ഉൾപ്പെടെ ഇറാനിൽ 3090 പേർ മരിച്ചെന്ന് സ്ഥിരീകരിച്ചതായി അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന HRNA ഗ്രൂപ്പ് പറഞ്ഞു. ഇറാൻ 4 ദിവസമായി ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. നഗരത്തിലുടനീളം ഡ്രോണുകൾ പറക്കുന്നുണ്ടെന്നും എന്നാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ 2 ദിവസങ്ങളിൽ കാണുന്നില്ലെന്നും ഇറാനിലെ സാധാരണക്കാർ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറഞ്ഞു. തെരുവുകൾ ശാന്തമാണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇന്റർനെറ്റ് നിരോധനം പൂർണ്ണമായും പിൻവലിച്ചില്ലെങ്കിലും നേരിയ തോതിലുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട്. 800-ലധികം പ്രക്ഷോഭകരുടെ വധശിക്ഷ റദ്ദാക്കിയ ഇറാൻ ഭരണകൂടത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശംസിച്ചു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇറാൻ നേതൃത്വത്തിന് നന്ദി അറിയിച്ചത്. 800-ലധികം വധശിക്ഷകൾ റദ്ദാക്കിയ ഇറാൻ നേതൃത്വത്തിന്റെ നടപടിയെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. ഇറാൻ നേതൃത്വത്തിന് നന്ദി, ട്രംപ് കുറിച്ചു. വധശിക്ഷ നടപ്പാക്കിയാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനുമെതിരെ ഇറാനിൽ ഡിസംബർ 28-നാണ് പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. ഒടുവിൽ വലിയ രീതിയിലുള്ള ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭമായി ഇത് മാറുകയായിരുന്നു.